ആകാൻ മനസ്സില്ലെന്ന് നീ ഉറപ്പിക്കുന്ന നിമിഷം നമ്മൾ ജയിച്ചു കൊടുക്കും. അവന്മാര് പ്രതീക്ഷിക്കാത്ത കളി നമ്മൾ കളിക്കണം സാറേ. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ട്വിസ്റ്റിലും അവന്മാര് ഞെട്ടും. ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ചെക്കിങ് ആണ് സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ ആദ്യം തന്നെ കാണുന്നത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ സബ് എത്ര മാക്സിമം സബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വോൾട്ട് വെച്ചേക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങളെല്ലാവരും കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ റീച്ചും കാര്യങ്ങളും കൂടുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ പഴയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ 18K അല്ലെങ്കിൽ അതിന് മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ സ്ക്വാഡ് എന്ന് പറയുന്നത്. 198 ക്രിസ്ത്യാനോ, റൂമി, നെയ്മർ എന്ന് വരുന്ന ഫോർവേഡ് ഏരിയയാണ് നമ്മുടെ. ഓക്കെ, ഫോമില്ലാതെ ഏകദേശം വലിയ ഫോമൊന്നുമില്ല, ഏകദേശം നോർമലാണ്. ബെക്കംബർ ഫോമിലുണ്ട്, റോഡ്രിഗോ ഫോമിലുണ്ട്. ഇവർക്ക് നമുക്ക് നോക്കാം സെക്കൻഡ് ഹാഫ് കളിപ്പിക്കാം. ഇതാണ് ഓപ്പണിൻ്റെ സ്ക്വാഡ്. വിങ്ങറ്റാക്കാണ് നമ്മുടെ പഴയ ഫോർമേഷനാണ്. 2021 നമ്മൾ കളിക്കുന്ന ഫോർമേഷനാണ് ഓപ്പണൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫോർമേഷൻ കിടിലായിരുന്നു. നമ്മുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ പഴയ ചാനൽ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, വേണമെങ്കിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. ഓക്കെ, നമ്മൾ മാച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നേരത്തെ കുറേ നേരം ഡിലേ ആയിരുന്നു, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് നേരെ മാച്ചിലേക്ക് കയറ്റും എന്തായാലും. ഓക്കെ ഗൈസ്, ഓപ്പൺ ടച്ചാണ്. മുഹമ്മദ് സലാഹയുടെ ഓപ്പൺ ടച്ച് തുടങ്ങുവാണ്. കളി ആരംഭിക്കണം. ഓക്കെ, റോഡ്രി 2. ഓക്കെ, കിമിച്ചിന് നേരെ പാസ് നമ്മുടെ വിയറയിലേക്കായിരുന്നു. ക്രിസ്ത്യാനോ 2 എവിടെയും കിട്ടുന്നില്ല. ഓക്കെ, ഓപ്പൺ റോഡ്രി നല്ല പാസ്സായിരുന്നു മുഹമ്മദ് സലാഹിലേക്ക്. സിമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണ്. കഫു ടു മെസ്സി ടു റൂമി നെയ്മറിലേക്ക് ഒരു പാസ്. ഓക്കെ, കിട്ടുന്നുണ്ട്. എഗൈൻ നെയ്മർ. ഓക്കെ, റോൾ ഓവർ ആൻഡ് ഷോട്ട്. എൻ്റെ പൊന്നെ കിഡിലും കൊടുക്കുക ഗൈസ്, ഒരു രക്ഷയില്ല. കിഡ് സ്കില്ലായിരുന്നു, ഒന്നും പറയാനില്ല ഗൈസ്. ഫസ്റ്റത്തെ നമ്മൾ വെറുതെ ചെയ്ത പോലെ ആയിപ്പോയായിരുന്നു. സെക്കൻഡ് റോൾ ഓവർ പക്കയായിരുന്നു ഗൈസ്. അപ്പോൾ തന്നെ കറക്റ്റ് അവിടെ ടാക്കിലൊക്കെ ചെയ്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, മുമ്പ് സാറുടെ സോളോറാണ്. ഞാനൊന്നും ചെയ്തില്ല എൻ്റെ മുട്ട സാറേ. ഓക്കെ, ഓപ്പണിൻ്റെ ഒരു ഫൗളാണ്. കോസ്റ്റ എടുക്കുകയാണ്. കോസ്റ്റ എന്താണ് ഗൈസ് ഇത്ര നേരായി? പൊന്നോ, ഇതെന്താ കാണിക്കണേ? ഇതിനാണ് ഇത്ര നേരം എടുത്തത്. റോഡ്രി നീ എടുക്കും ഇന്നങ്ങാൻ. എൻ്റെ പൊന്നെ എന്ത് കഷ്ടമാണ് ഇത്. ഇതിനായിരുന്നു ഇത്ര നേരം. ഓക്കെ, നേരെ പിടിച്ചൊക്കെ എടുക്കുകയാണ്. പിടിച്ചൊക്കെ നേരെ നമുക്കത് ക്രിസ്ത്യാനോ കൊടുക്കാം. ഇറ്റ്സ് ക്രിസ്ത്യാനോ. കാർലോസ് നേരെ ക്രിസ്ത്യാനോ റൺ എടുക്കുന്നുണ്ട്. ഓക്കെ, ക്രിസ്ത്യാനോ. ഇറ്റ്സ് മെസ്സി അഗൈൻ ക്രിസ്ത്യാനോ. ഇറ്റ്സ് നെയ്മർ. ഓ എൻ്റെ പൊന്നെ, നെയ്മർ നല്ല ഫോമിലാണെന്ന് തോന്നുന്നുണ്ട്. നല്ല കുറേ ഗോൾ ചാൻസ് കിട്ടുന്നുണ്ട് നെയ്മറിന്. ഓക്കെ, നല്ല ഡബിൾ ടച്ച്, നല്ലൊരു പാസ്സാണ്. റോബർട്ട് സ്റ്റണ്ടിങ് കൊടുക്കണ്ടായിരുന്നു, നോർമൽ ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ഇറ്റ്സ് കഫു ടു വിയറ. കിട്ടി, ഭാഗ്യം എന്തോ ഞാൻ കിട്ടില്ല വെച്ചായിരുന്നു. മെസ്സിയിലേക്കൊരു പാസ്സായിരുന്നു. മൂഞ്ചി. കോസ്റ്റ മിസ്സാണ്. ഒരു ഗോളിലേക്കുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. വിനീഷ്യസ് റോസ്. ആർക്കും കിട്ടില്ല. മെസ്സി ഓടി വന്ന് ആ ബോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിസ് പാസ്സായനെ. ഓക്കെ, ഫസ്റ്റ് കൂട്ട വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുവാണ്. മല്ലീനി മിസ്സാണ്. മുഹമ്മദ് സലാ എജാതി ഗൈസ്. അയ്യോ, സലയുടെ കണ്ടം വഴിയുള്ള ഷോട്ടായിരുന്നു. ഓക്കെ, നെയ്മർ ഹെഡ്. ഓക്കെ, ഇനി കഫു ടു റൂമിനി. നല്ലൊരു ത്രൂ പാസ്സാണ്. റൂമിനി കഫുലേക്ക് ഒരു ഫേക്ക് ഷോട്ടിന് നോക്കിയതായിരുന്നു, അത് നടന്നില്ല. ഡയറക്റ്റ് ഷോട്ടായിട്ട്. ഓക്കെ, ക്രൈഫ് ടു നടക്കണില്ല. ഇനിയസ്റ്റ നിന്ന് ലോങ് ത്രൂ ബോൾ.
ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ ഡിഫൻസ് എടുക്കുവാണ്. നമുക്ക് നേരെ പിടിച്ച് ക്രിസ്ത്യാനോയിലേക്ക് പോക്കാം. ക്രിസ്ത്യാനോ ആകുമ്പോൾ ഹെഡ് കുത്തും എങ്ങനെയൊക്കെ ഉണ്ടാവും. കിട്ടിയില്ല പക്ഷേ. ഓക്കെ, മൾഡിനി. പക്ക മിസ്പോസ്. ഓൾറെഡി ആ പ്ലെയർ അവിടെ വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, മൾഡിനി ടു കഫു. എന്ത് ഗൈസ്, ഇന്ന് ഞാൻ ഇങ്ങനെ മണ്ടത്തരം കാണിക്കണേ. വിയറ. ഓക്കെ, കഫു. ഇറ്റ്സ് മെസ്സി. ഓക്കെ, മെസ്സി ടു കോസ്റ്റഗുഡ. ഓക്കെ, മെസ്സി ടു റൂമി ടു നെയ്മർ. ഇതൊക്കെ ഉള്ള ആവശ്യം. ഓക്കെ, ക്രിസ്ത്യാനോ, നെയ്മർ, നല്ല റോൾ ഓവർ. അത് പക്കയായിട്ട് പറ്റിയില്ല ഗൈസ്. നല്ല റോൾ ഓവർ കിട്ടി രണ്ടാമത്, അല്ലെങ്കിൽ കിടിലാവുമായിരുന്നു. നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫൗളാണ്. നമുക്ക് നെയ്മറിനെ കൊണ്ട് തന്നെ എടുപ്പിച്ച് നോക്കാം. ഈ സൈഡിലല്ല, നമുക്ക് നെയ്മറിനെ എടുത്തോ നോക്കാം. നെയ്മർ. ഓക്കെ, അയ്യോ, ആ പുറത്തേക്കാന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് മിസ്സാണ്. ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് അത് പുറത്തേക്ക് പോയത്. സാറിൽ നമുക്ക് ഇനിയും ഗോൾ അടിക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഗോളല്ലേ അടിച്ചുള്ളൂ, നമുക്ക് ഇനി അടിക്കാം. സിമ്പിളാണ്. എന്തായാലും അടിക്കാം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓപ്പണൻറ്റും കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡിഫെൻഡ് ചെയ്യാനേ ഉള്ളൂ. നമ്മുടെ അത്ര മുട്ടായൊന്നും ആയില്ല ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും കളിക്കാം. ഓക്കെ, ടസ്റ്റേഴ്സാണ്. നേരെ റോബർട്ടോ കാർലോസിലേക്ക്. റോബർട്ടോ കാർലോസ് ടു ക്രൈഫ്. ജോൺ ക്രൈഫ് ടു ക്രിസ്ത്യാനോ ടു വിയറ. എഗെയിൻ ക്രിസ്ത്യാനോ ടു നെയ്മർ ടു മെസ്സി. അല്ല ഡബിൾ. പക്ക ടൈമിങ് കിട്ടിയത്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് റൂമി നേരെ കഫുവിലേക്ക്. കഫുവിൻ്റെ നല്ലൊരു ക്രോസാണ്. സ്റ്റണ്ണിങ് ക്രോസ്. ഇറ്റ്സ് ക്രിസ്ത്യാനോ. എൻ്റെ പൊന്നെ, എത്രാമത്തെ ഗെയിമാണ് ഗൈസ്. കഫു ക്രോസ് ചെയ്യും, ക്രിസ്ത്യാനോ ഹെഡ് ചെയ്യും. റൊണാൾഡോ ക്രോസ് ചെയ്യും, ക്രിസ്ത്യാനോ ഹെഡ് ചെയ്യും. ഒരു രക്ഷയില്ല ഗൈസ്. സീനാണ്. നമുക്ക് ജസ്റ്റ് ഒരു ക്ലോസ് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ 2-0 എന്ന ലീഡിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 65 വയസ്സിന് ഗോൾ പൊസിഷൻ 5 ഷോട്ടും 4 ഓൺ ടാർഗറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ടുണ്ട്. കുറേ നേരത്തിന് വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് ഞാൻ എന്തായാലും കട്ട് ചെയ്യും, നിങ്ങൾ വെറുതെ ചടപ്പിക്കണില്ല. ഓക്കെ, ഇറ്റ്സ് വിയറ. മിസ് പാസ്. ഓക്കെ, വിയറ ഞാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നെയ്മർ ടു റൂമി ടു നേരെ മെസ്സി. ഓക്കെ, നല്ലൊരു ടേൺ, സിമ്പിൾ ടേൺ. ആൻഡ് കഫു ഉണ്ട്. ഓക്കെ, കഫു ടു നെയ്മർ. അഗെയിൻ കഫു. നല്ലൊരു ക്രോസ് കൊടുത്ത് നോക്കാം. ക്രോസ് ടു റൂമിനിങ്. വാട്ട് എ ഹെഡ്. എൻ്റെ പൊന്നെ, സീന് ഗൈസ്. കഫു ക്രോസ് ചെയ്യും, ആരെങ്കിലൊക്കെ ഹെഡ് ചെയ്യും. സാധാരണ റൊണാൾഡോ ആയിരുന്നു, ഇപ്പോൾ റുമിയാണ് ഹെഡ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് കയറിയ മനസ്സിലാവുള്ള. പോസ്റ്റിൻ്റെ ഏറ്റവും അടുത്തൂടെ എങ്ങനെയാണ് കയറി കോസ്റ്റൊക്കെ വിട്ടാൽ. ഓക്കെ, നല്ലൊരു ത്രൂ ബോൾ, നല്ലൊരു ഹൈ പാസ് ആയിരുന്നു. നമ്മുടെ പിടിച്ചക്കിലേക്ക് നമ്മൾ മൈനസ് ബോൾ വെച്ച് കളിച്ചു. മെസ്സി നല്ലൊരു ടേൺ. ഓക്കെ, നല്ലൊരു ടേൺ, ഡബിൾ ടച്ച്. ഓക്കെ, കഫുവിലേക്ക് ഒരു ത്രൂ പാസ്. കഫു ടു നെയ്മർ റോൾ ഓവർ. ഓക്കെ, വിക്കറ്റ് ഷോട്ട്. എൻ്റെ പൊന്ന്, നെയ്മർ ഇക്കടെ ഒരു രക്ഷയില്ല ഗൈസ്. സീന് ഗൈസ്. മെസ്സിയുടെ ടേണൊന്നും പറയാനില്ല, അടിപൊളി. ഫസ്റ്റ് റോൾ ഓവർ ആൻഡ് ലെഫ്റ്റ് കൊണ്ട് ഒരു കേവ് ഷോട്ടാണ്. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. കൊസ്റ്റ ടു നെയ്മർ ടു ഉമി. അയ്യോ, മുഞ്ചി. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. മള്ളിനി ടു മെസ്സി. നല്ലൊരു ത്രൂ ബോൾ. ഓക്കെ, റൂമി ടു മെസ്സി. വേണ്ടായിരുന്നു അല്ലേ, ഒരു സോളോ ബോൾ വേണം, ശ്രമിക്കായിരുന്നു. ഓക്കെ, ക്രിസ്ത്യാനോ. ടേൺ ചെയ്യാൻ നടക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാൻ സുഖമായിട്ട് കുറച്ചുകൂടി കിട്ടുമായിരുന്നു. ഓക്കെ, മിസ് പാസ്സാണ്. ബെർണാർഡോ സിൽവ. നമ്മൾ നേരെ കോസ്റ്റയ്ക്ക് മറിച്ച് കൊടുക്കുകയാണ്. കോസ്റ്റ ടു എംബാപ്പെ. മൂഞ്ചി ക്രൈഫ്. ജോഹാൻ ക്രൈഫ്. ഓക്കെ, നമ്മൾ ഗോളിന് കയറ്റി വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സേവാണ് പീറ്റർ ചെക്കിൻ്റെ വക. നല്ലൊരു ഗുഡ് സേവ് ഫ്രം പീറ്റർ ചെക്ക്. കിട്ടില്ല സേവാണ്. ഓക്കെ, ഓപ്പണിന് കറക്റ്റായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുകൊടുത്ത ചാൻസാണ്. ഓപ്പണിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കിമ്മിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ ഇറക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഇനിയസ്റ്റ് ഇറക്കാം. പിന്നെ ആരാണ്? ഹാലൻഡ്. ഓക്കെ, എംബാപ്പെ. നമുക്ക് ഇവനിറക്കിയാലോ, ഇൻസാഗിനെ ഇറക്കാം.
ഇൻസാഗി കളിക്കട്ടെ. ഓക്കെ, ഒപ്പണൻറ്റും കാര്യമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. കാരണം ഇപ്പോൾ നമ്മൾ 4 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ഗോൾ അടിക്കാനുള്ള ടൈം ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഓപ്പണൻറ്റ് വിശ്വാസം നമ്മളെ മറ്റേ സിനിമയിൽ പറയണ പോലെ ഇത്ര ഗോൾ തോറ്റിരിക്കുകയാണെങ്കിലോ ലാസ്റ്റ് മിനിറ്റിലേക്ക് സമനിലയാക്കുന്നുള്ള രീതിയിൽ. ഓക്കെ ഓക്കെ സ്കിമ്മിച്ചെടുക്കുകയാണ് കോർണർ. സ്കിമ്മിച്ചെടുക്കില്ലേ എൻ്റെ പൊന്നി, എത്ര നേരാണ് ഒരു കിക്ക് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അത് മാറ്റി ആളെ മാറ്റി ഇത്രയും സമയം എടുത്തിട്ട് മാറ്റണം. എന്താ മെസ്സി മെസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയും നേരം എടുത്തത്? ഇറ്റ്സ് ഹാളൻ ടു മെസ്സി. മെസ്സി ത്രൂ ബോൾ ടു എംബാപ്പെ കൊടുത്താണ്. ഇനിയസ്റ്റ കിട്ടി. അപ്പോൾ ഇനിയസ്റ്റ അതുകൊണ്ട് മിസ്സാക്കി. അപ്പോൾ ഇൻസാഗി ടു ഇനിയസ്റ്റ ഡബിൾ ടച്ച് നടന്നില്ല. ഉഞ്ചി ബെർണാഡോ ബെർണാഡോ സിൽവ. നല്ലൊരു പാസ് ടു ജോൺ ക്രൈഫ് തിരിഞ്ഞു മറിഞ്ഞ് കണ്ടത്തിലേക്കൊക്കെ ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഫു ടു കോസ്റ്റ ടു മാൽഡീനി. ഓക്കെ, കിട്ടി ഭാഗ്യം. റോബർട്ടോ കാർലോസ്. ഇനിയസ്റ്റ ടു എംബാപ്പെ. അത് മിസ്സാണ്. കിമ്മിച്ച് കറക്റ്റായിട്ട് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അണ്ണാക്കിലേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പാസ്. റോഡ് ഡിഫൻസ് എംബാപ്പയിലേക്ക് നല്ലൊരു പാസ്, നല്ല ത്രൂ ബോൾ. അയ്യോ പണി മാറി. ഡിഫൻസ് പൊട്ടി. ഞാൻ ഇങ്ങോട്ട് വെല്ലുവിളിച്ചു. അപ്പോൾ ക്രൈഫിന് ഷോട്ട്, ഇറ്റ്സ് എ ഗോൾ. ഓക്കെ, 4-1 സ്കോർ ആയിട്ടുണ്ട്. ഒരു രക്ഷയിലായിരുന്നു. പട പറഞ്ഞാൽ 4 ഗോൾ അടിച്ചു. അത് നെയ്മർ സീന് ഗോളുകൾ. വിയറ ടു എവിടെ എത്തുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടി. നമുക്ക് തന്നെ ബോൾ ഇട്ടുണ്ട്. ഇറ്റ്സ് റോബർട്ടോ കാർലോസ് ടു അത് മിസ്സാണ്. നേരെ ക്രൈഫിലേക്ക് ഒരു പാസ്സായിരുന്നു. അത് മിസ്സാവുകയാണ്. ഇറ്റ്സ് മാൽഡീനിൻ്റെ പാസ് മിസ്സാണ്. മെസ്സി റാഞ്ചി എടുക്കുകയാണ്. ലയണൽ മെസ്സി. ഓക്കെ, ബെല്ലിംഗം. ഓക്കെ, നമ്മുടെ മെസ്സി തിരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, വിയറ ടു കേലൻ ടു ഇൻസാഗി അഗെയിൻ ടു കേലൻ. ഒപ്പം നമുക്കൊരു ഫ്രീ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഫ്രീ കിക്ക് ലാസ്റ്റ് മിനിറ്റ് ആയി തോന്നുന്നുണ്ട്. എക്സ്ട്രാ ടൈമിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ കളി നടക്കണേ. നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റാക്കിട്ട് വിയറ നമുക്ക് ഒരു ബുള്ളറ്റ് ഷോട്ട് നോക്കാം. ഇതെന്ത് സ്റ്റണ്ടിങ് എന്ന് ഇങ്ങനെയൊക്കെ പോയേ. ഓക്കെ, 5 മിനിറ്റാണ് ഏഡോൺ ടൈം. ഇപ്പം 93 മിനിറ്റ് ആയിട്ടുണ്ട്. ഏഡോൺ ടൈമിൻ്റെ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. കോസ്റ്റ എടുക്കുകയാണ്. ഇറ്റ്സ് മെസ്സി. നേരെ നമ്മൾ എർലിംഗ് ഹാലൻഡ് എംബു കിട്ടുന്നില്ല. അപ്പോൾ കളി അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര കളി ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.